അറിയില്ല, എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പക്ഷേ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഈ പടം. പിന്നെ ജിത്തു ജോസഫിൻ്റെ തിരക്കഥ, അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടറിൽ ഉള്ള എല്ലാ ഒരു നമ്മളെ എപ്പോഴും നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ഈ ചിത്രത്തിൽ അദ്ദേഹം തുടർന്നിട്ടുണ്ട്. ഫുൾ ട്വിസ്റ്റാണ് പടം. പടം വളരെ ഓപ്പൺലി നമുക്കൊക്കെ ഊഹിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അതിലും അദ്ദേഹം അത്ഭുതം കാണിക്കുന്നുള്ളതാണ്. ഒരേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം ട്വിസ്റ്റ് കാണിക്കുന്നുള്ളത് തന്നെയാണ് ഒരു ഡയറക്ടർ എന്നല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത്. ഗംഭീര ക്ലൈമാക്സ്, വലിയ സംഭവം എന്ന് പറഞ്ഞപ്പോൾ മാധ്യമത്തിന് ലാസ്റ്റ് രംഗത്തിൽ മാധ്യമത്തിന് ഉയർത്തിക്കാട്ടുന്ന രംഗമുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. ജിത്തു മോഹൻലാൽ ടീമിൻ്റെ ഗംഭീര ദൃശ്യത്തിനെ കടത്തി വിട്ടോ. ദൃശ്യത്തിനല്ല, സമാന്തരമായി പ്രത്യേക തരം ഒരു കഥ. ഗംഭീര, അടിപൊളി രസയില്ല. മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടാവില്ല പടത്തിന്. അടുത്ത കാലത്ത് ഇറങ്ങിയാലും മോഹൻലാലിന് ഏറ്റവും നല്ല അത് സൂപ്പർ പടമാണ്. അടിപൊളി പടം. ഇപ്പോഴത്തെ കാലത്തുള്ള പെൺകുട്ടികൾക്കെല്ലാം എല്ലാവർക്കും പ്രചോദനമാകുന്ന ഒരു പടമാണ്. പക്ഷേ മോശമല്ല. നമ്മളെ ഈ ദൃശ്യം മോഡലും അങ്ങനെ കാണണ്ട, തിരിച്ചുവരവാണ്. നല്ലൊരു ടീമുള്ള കഥയാണ്. സാമൂഹ്യ വ്യവസ്ഥയുള്ള പെൺകുട്ടിക്ക് നീതി കിട്ടുന്ന നല്ലൊരു ഇമേജുള്ള കഥയാണ് ഇത്. ഒരു നല്ലൊരു പുതിയൊരു വിഷയമാണ് ഇത്. സിനിമ വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പടമാണ്. മോഹൻലാലിൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവിൽ കൂടി കാണാൻ ഉദ്ദേശിക്കാം. പടത്തിൽ നല്ല നേരം ലാലേട്ടൻ്റെയും ഓൾ പ്രേക്ഷകരെയും എല്ലാവരും നല്ല നേരം നേരിട്ടെറിയ സൂപ്പർ പടം. ജോസഫ് അയാളുടെ നിലവാരം കാണിച്ചു. എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും കാണാൻ പറ്റും. എങ്ങനെ ഇത് റിലേറ്റ് ചെയ്യുന്ന പടം? പിന്നെ ഒരു ഇത് ടാങ്കിൾ ചെയ്തപ്പോൾ തന്നെ ഒരു കോർട്ടും ഡ്രാമയാണ് സംഭവം. എന്നാൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ജിത്തു ജോസഫ് പടം പോലെ തന്നെ സസ്പെൻസും ത്രില്ലറൊക്കെ ട്വിസ്റ്റ് ഉണ്ട്. അവർ പറഞ്ഞ പോലെ എല്ലാ ട്വിസ്റ്റും ത്രില്ലറൊക്കെയാണ്. മേക്കിംഗ് കാര്യങ്ങൾ അങ്ങനെ അടിപൊളിയാണ്. അവിടെ വിജയമാണ്. ഓക്കെ, മൊത്തത്തിൽ പടം മോഹൻലാലിൻ്റെ ഒരു നല്ല തിരിച്ചുവരവ് തന്നെയാണിത്. ഇപ്പോൾ മോഹൻലാൽ ഒരു കഥാപാത്രങ്ങളിൽ തിരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതൊരു നല്ല കഥാപാത്രമായിട്ട് അയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. നല്ല കഥാപാത്രങ്ങൾ വന്നാൽ മോഹൻലാലിനെ വെല്ലാൻ ഇനി ആരും ഉണ്ടാവില്ല. അത് തന്നെയാണ് നമുക്ക് അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. ഒരു കോർട്ട് റൂമിൽ നല്ല രീതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ അയാൾ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജിത്തു ജോസഫ് ആള് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പടം ഓടുന്നത്. കോർട്ട് റൂം ഡ്രാമ എന്ന് പറഞ്ഞത് തന്നെ നമ്മൾ ഇതുവരെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കോർട്ട് റൂമാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ സിനിമാറ്റിക് ഓരോ ഡയറക്ടറെ കഴിവ് പോലെ ആയിരിക്കും കോർട്ട് റൂം. പക്ഷേ നമ്മളും ആ കോർട്ട് റൂമിലിരുന്ന ഒരാളെ പോലെ നമ്മളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടൻ്റെയും ആ പുത്തൻ ടീമിൻ്റെയും വിജയമായിട്ടാണ്. വളരെ ഹാപ്പിയാണ്. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു വലിയൊരു ഉത്സവം വരാനുണ്ട്. മലൈക്കോട്ടെ വാലിബന്റെ തുടക്കം. ലാലേട്ടൻ്റെ തിരിച്ചുവരവ് തന്നെയാണ്. ജയിലറിൽ എന്താണോ കണ്ടത് അതിനുശേഷം സന്തോഷത്തോടെ പറയാം. ഇത് സന്തോഷത്തോടെ കടം കണ്ടിറങ്ങാൻ ഫാമിലി എന്താ ഫാമിലി അല്ല, റിവ്യൂ പറയാൻ തന്നെ നമുക്കൊരു മടിയില്ലാത്തൊരു സിനിമ നേരെ തോന്നുന്നില്ലേ? അതെ, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. അത് മനസ്സ് പറഞ്ഞു പറയാം. നമ്മള് നുണകൾ അപ്രതീക്ഷിതമാവുന്നു, ശരിക്കൊരു എന്താ പറയണ്ടേ, ഒരു ഫാമിലി എല്ലാവർക്കും കാണാം. ചെറുപ്പക്കാർക്കും കാണാം. നല്ല അഭിനയമാണ് എല്ലാവരും. ജഗദീഷ് ആയാലും അനശ്വര ആയാലും സിദ്ദിഖ് ആയാലും പ്രിയാമണി എല്ലാവരും